മോഹനൻ പറഞ്ഞത് ഇന്ന് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം കെ സുധാകരൻ്റെ അനുഗ്രഹം വേണം, എന്നിട്ട് എനിക്ക് ഇതിലേക്ക് അത് പറയാൻ കാരണം അതല്ലെങ്കിൽ മോന് സുന്ദരമായിട്ട് ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് പൊളിയും. തീർച്ചയായും ഇതിപ്പോൾ പരസ്യമായത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദിലീപ് പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ലല്ലോ ആധാരം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ തൊട്ട് മുൻപുള്ള മണിക്കൂറുകൾ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ പ്രധാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് കെ സുധാകരൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. കണ്ണൂർ നിയമസഭാ സീറ്റ് തനിക്ക് വേണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതേ തുടർന്നുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. ആ ചർച്ചകളെല്ലാം പൂർത്തിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 95 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അതിൽ ഈ CPIM വിമതരായിട്ടുള്ളവരെ ഒഴിച്ചു നിർത്തി 3 മണ്ഡലങ്ങളിലെ വിമതർക്ക് നൽകുന്ന പിന്തുണ പയ്യന്നൂർ RSPക്ക് നൽകിയതാണ്. അതുകൊണ്ട് RSPയുടെ കണക്കിലാണ് അത് പോകുന്നത്. ബാക്കി കോൺഗ്രസിന് ശേഷിക്കുന്ന ആ 95 സീറ്റിലെയും അതിൽ 92ലും ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിനായി ഒരു അവസരവും ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ചോദിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഈ കെ സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ മാത്രമാകണം. അതല്ലാതെ ഞാൻ നേതാക്കൾ എന്താണ് പറഞ്ഞത്? കെ സുധാകരൻ എന്താണ് പറഞ്ഞത്? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് കോൺഗ്രസിനെ. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം മതിയോ ആ ലക്ഷ്യം? സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം മതിയോ ആ ലക്ഷ്യം എന്നതാണ് എന്റെ ചോദ്യം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏത് നേതാക്കൾക്കും അവകാശവാദവും ആഗ്രഹവും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. 100% ഉറപ്പായതിനു ശേഷമാണല്ലോ അധികാരത്തിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള ബോധ്യം ഈ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാകുന്നത്. ഒരാൾ പറഞ്ഞിട്ട് മറ്റൊരാൾ പറയുമ്പോൾ ക്ലാഷ് നമുക്ക് വേണം. പക്ഷേ കാര്യം ഇത് ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് നേരത്തെ കത്തി നിന്ന പരസ്യമായി തെരുവിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ പോലും ഒരു മണ്ഡലത്തിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ 3ഉം 4ഉം പേരുകളാണ് പോകുന്നത്. അങ്ങനെ ആ നിലയിലുള്ള പേരുകൾ ഓരോരുത്തരും അവരുടെ അനുയായികളെ കൊണ്ട് മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നു. അത്തരം കാര്യങ്ങളൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 3ഉം 4ഉം പേരുകൾ പോയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നു. പക്ഷെ ഇത്തവണ എന്താണ് കാണുന്നത്? ഒരു മണ്ഡലത്തിൽ 3ഉം 4ഉം സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന നിമിഷം മുതലല്ല ഈ നേതാക്കൾക്ക് ഈ ബോധം പ്രചാരണം തുടങ്ങിയിട്ടില്ല. ശരി, ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടിക വരുന്ന നിമിഷം മുതലല്ല നേതാക്കൾക്ക് ഈ ബോധ്യം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതാ കൊച്ചിയിൽ നോക്കൂ, 2 സ്ഥാനാർത്ഥികൾ ദീപ്തി മേരി വർഗീസ് മാറി പറഞ്ഞു. പ്രചരണം തുടങ്ങിയിരുന്നു, പ്രചരണത്തിലുള്ള പോസ്റ്ററുകൾ അടിച്ചിരുന്നു, അതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഇന്ന് ഫേസ്ബുക്കിൽ അവർ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ്, അവരെ വിജയിപ്പിക്കണമെന്ന ആവശ്യമുള്ള പോസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇനി ഞാൻ ഇവർക്കൊപ്പമാണ്, അതായത് ജില്ലാ DCC പ്രസിഡന്റിനൊപ്പമാണ്, മുഹമ്മദ് ഷിയാസ് വിജയിക്കണമെന്നുള്ളത് തന്റെ കൂടി ആവശ്യമാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പെരുമ്പാവൂരിൽ എൽദോസ് വഴങ്ങി കഴിഞ്ഞു. പിന്നെ ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ പോസ്റ്റർ അടിച്ച വേറൊരു നേതാവാണ്. ജോസഫ് വാഴക്കൻ മാത്രമാണ് ഒരു അതൃപ്തി പ്രകടിപ്പിച്ചത്. അല്ല, അദ്ദേഹവും വഴങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ മുമ്പില്ലാത്ത വിധമുള്ള ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യത്തിന്റെ വഴിയിലേക്ക് നേതൃതലത്തിലും നേതാക്കൾ തമ്മിലുമൊക്കെ ഭിന്നതയുണ്ടാകാം. പക്ഷേ താഴെത്തട്ടിലേക്ക് അത്തരം ഭിന്നതകളില്ല. താഴെത്തട്ടിലെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തില് എൽദോസ് ഇന്നിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം വീട്ടിലില്ല. ഞാൻ ഉച്ചവരെയുള്ള എന്റെ റിപ്പോർട്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടിലില്ല, എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു എൽദോസ് അവിടെ വിമതനാകില്ല, സ്വതന്ത്രനും ആകാൻ പോകുന്നില്ല. അത് കേൾക്കാം. അതാ എന്താ പെരുമ്പാവൂർ സ്ഥാനാർത്ഥിത്വം നൽകാതിരുന്ന എൽദോസ് കുന്നപ്പള്ളിയിൽ അതൃപ്തിയിൽ തന്നെയാണ്. പക്ഷേ എൽദോസ് അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇന്നലത്തെ പ്രതികരണങ്ങളിൽ ചില സൂചനകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങളൊക്കെ. പെരുമ്പാവൂരിൽ എൽദോസിനെ പരിഗണിക്കാമായിരുന്നു എന്ന് ഇന്ന് പറഞ്ഞത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തല തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സീറ്റ് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.
ഇനിയിപ്പോ നേരത്തെ തനേഷ് പറഞ്ഞ പോലെ തന്നെ ഒരു അതൃപ്തി പരസ്യമായി പറഞ്ഞയാൾ വേറെ ആരുമല്ല ജോസഫ് വാഴക്കനാണ്. കോൺഗ്രസിലെ വളരെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് ജോസഫ് വാഴക്കൻ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ജോസഫ് വാഴക്കൻ പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം നൽകും എന്ന് നേരത്തെ ഏറ്റതാണ്, പക്ഷേ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല. അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന ഈ പോസ്റ്ററുകളൊക്കെ അടിച്ചിറക്കി. കാണാം. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും അവസാന സീറ്റ് ഏറ്റെടുക്കുന്നത്. അപ്പം അവർക്ക് കൊടുത്തിരുന്നൊരു ധാരണയും പാർട്ടി പറഞ്ഞതും എനിക്ക് തന്നൊരു ധാരണയും എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനൊരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി. അത്രയുമാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഏറ്റുമാനൂർ വരുന്നത്. അപ്പം പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് കിട്ടിയിട്ടില്ലാതെങ്കിൽ പോലും ചർച്ച നടക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സീറ്റ് കിട്ടുന്ന അവസാന നിമിഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പേര് പോയി, ഒറ്റ പേരാണ് പോയത്, എൻ്റെ പേരാണ് പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.